കുറേ നാളായിട്ട് ഇവിടെ വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം നടന്നു. കയ്യൊക്കെ ആകെ മരവിച്ച് കോച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റാണ്. സന്തോഷമായി. ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് എവിടേക്കാണ് വന്നത്? നമ്മൾ ചർച്ചിലോട്ടാണ് വന്നിരിക്കുന്നത്. വെറും ഒരു ചർച്ചല്ലേ, ചർച്ചിന്റെ പ്രത്യേകത എന്താ? GCCയിൽ ഏറ്റവും വലിയൊരു ചർച്ചാണിത്. GCCയിലെ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം അല്ലേ? അവിടേക്കാണ് നമ്മൾ വന്നത്. അതിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. കുറേ നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ ഇനി പോയിട്ട് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണട്ടെ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. മധ്യപൂർവ്വ ദേശത്തെ, അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമാണ് നമ്മുടെ പവിഴ ദ്വീപായ ബഹ്റിനിൽ സ്ഥിതി ചെയ്യുന്ന ദ കാത്തഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഈ ഒരു ചർച്ച്. എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ എനിക്ക് ഭയങ്കര സമാധാനവും ഇഷ്ടമൊക്കെ ഒരു കാര്യമാണ്. ബഹ്റിനിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ബഹ്റിനിൽ വന്നിട്ട് 2 വർഷം ആവാനാവണോ. അന്ന് വന്ന കാലം മുതൽ ഞാൻ ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ തടസ്സങ്ങൾ വന്നിട്ട് അതിങ്ങനെ നീണ്ട് ഇപ്പോഴാണ് അവസാനം ഇവിടേക്കൊന്ന് വരാൻ പറ്റിയത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാദല്ലേ. അപ്പം അതുപോലെ എനിക്ക് ഈ ഒരു ചർച്ചിലേക്ക് വരാനുള്ള സമയം ഇപ്പോഴാണ് തോന്നുന്നുണ്ടായത്. ഞങ്ങൾ ഇവിടേക്ക് പോയത് 2025 ജനുവരി 1 നമ്മുടെ ന്യൂ ഇയറിന് അന്നാണ്. അപ്പോൾ പുതുവർഷത്തിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പള്ളിയിൽ, കുറേ നാളായിട്ട് ആഗ്രഹിച്ച സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റി. അവിടെ പോയി പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് അവിടുത്തെ അനുഗ്രഹം കിട്ടി. അങ്ങനെ നല്ലൊരു തുടക്കമായിരുന്നു ഈ പുതുവർഷത്തിന്. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്തായിരുന്നു. ആ ഒരു ടൈമിൽ അവിടെ ഭയങ്കര കാറ്റും അതും ഭയങ്കര തണുത്ത കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് അങ്ങനെ അധികം നേരം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ പോയതല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അമ്മാതിരി തണുത്ത കാറ്റായിരുന്നേ. പൊതുവേ അന്ന് ബഹ്റിനിൽ ഭയങ്കര തണുത്ത കാറ്റും അതും പൊടിക്കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ പള്ളിയിലേക്ക് പോണ വഴിയിൽ ഞാൻ എടുത്താട്ടോ, റോഡിൽ കണ്ടില്ലേ നിറച്ച് പൊടിക്കാറ്റായിരുന്നു. അന്നടിച്ച ആ പൊടിക്കാറ്റും തണുത്ത കാറ്റൊക്കെ കൊണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഏട്ടനും ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന പനി നല്ല രീതിയിൽ കയറി അങ്ങ് മൂർച്ഛിച്ചു. അതിന്റെ കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ ഇത് കാത്തഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഈ ഒരു ചർച്ചിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. പ്രധാനമായിട്ടും ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് GCCയിലെ ലാർജസ്റ്റ് റോമൻ കാത്തോലിക് ചർച്ചാണിത്. രാജ്യതലസ്ഥാനമായ മനാമയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അമാലി മുനിസിപ്പാലിറ്റിയില് നമ്മുടെ ബഹ്റിൻ രാജാവായ ഹമദ് ബിൻ ഇസ അൽ ഖലീഫ സമ്മാനിച്ച 9000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്താണ് അവർ ലേഡി ഓഫ് അറേബ്യ കാത്തഡ്രും ബിഷപ്പ് ഹൗസും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പള്ളിയിലോട്ട് പോകുമ്പോൾ പള്ളി എത്താറാവുന്ന സമയത്ത് അതിന്റെ റോഡിന്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് മറ്റൊരു കാഴ്ചയും കൂടി കാണാം. അതെന്താന്ന് ചോദിച്ചാൽ എണ്ണക്കിണറുകളും അതിന്റെ പ്രവർത്തനവുമാണ് കേട്ടോ. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ ഏതാണ്ട് 95,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നിർമ്മാണം 2014 മെയ് 31 തുടങ്ങിയത്. ഈ കത്തീഡ്രൽ ഉദ്ഘാടനം ചെയ്തത് 2021 ഡിസംബർ 9 ബഹ്റിൻ രാജാവ് അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധി അയച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. അന്ന് ബഹ്റിൻ രാജാവിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് വന്നത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫയാണ്. വത്തിക്കാനിലുള്ള വിളക്ക് തൂണിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ദീപപീഠത്തിൽ ക്രിസ്റ്റൽ ബോൾ സ്ഥാപിച്ചായിരുന്നു ദ കാത്തഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ബഹ്റിൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടുന്ന വടക്കൻ അറേബ്യൻ അപ്പോസ്തലിക് വികാരിയത്തിന്റെ കേന്ദ്രാലയം കൂടിയാണ് ഈ ദേവാലയം. ബഹ്റിൻ എന്ന ഈ അറബ് രാജ്യത്തെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്റീരിയർ ആൻഡ് ആർക്കിടെക്ട് ഡിസൈൻ ആണ്. അടിപൊളിയാണ്. നമുക്ക് ഇവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു മ്യൂസിയത്തിൽ ചെല്ലുന്നൊരു ഫീലാണ്. നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ക്രിസ്ത്യൻ പള്ളികളുടെയൊക്കെ ഒരു രൂപരേഖയിൽ നിന്ന് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. അതായത് ഒരു ടെന്റിന്റെ ഒക്കെ രൂപസാദൃശ്യത്തിലാണ് ഈ കാത്തഡ്രൽ പണിതിട്ടുള്ളത്. ഇറ്റാലിയൻ ഡിസൈനർ അതുപോലെ ആർക്കിടെക്ടേഴ്സ് ആയ മാറ്റിയ ഡെൽപ്രീറ്റും ക്രിസ്ത്യാനോ റോസ്പോണിയുമാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2300ഓളം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അത്രയും ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു കത്തീഡ്രൽ ആണ് ഇത്. 2022 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചർച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്.
ഞങ്ങൾ പോയപ്പം ക്രിസ്മസ് ടൈമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ക്രിസ്മസ് ടൈമൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമിലാണല്ലോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻസും വെറൈറ്റി ക്രിസ്മസ് ട്രീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ക്രിസ്മസ് ട്രീസ് മാത്രമല്ല, പള്ളിയുടെ മുന്നിൽ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്തായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ വർഷത്തെ ക്രിബ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കാണാൻ നല്ല രസമായിരുന്നു. മറ്റെവിടെയും കാണാത്ത ഒരു വെറൈറ്റി തരത്തിലുള്ളൊരു ക്രിബ്, അതായത് നടുക്കടലിൽ നിൽക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ യാക്കിലായിട്ടാണ് ഈ വർഷത്തെ ക്രിബ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറി കേട്ടോ. പള്ളിയുടെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം. നമുക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. ഞങ്ങൾ കുറേ നേരം പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ടും പിന്നെയും കുറേ നേരം വെറുതെ ഒരു കാര്യമില്ലാണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. കാരണം അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷമാണ് അവിടെ. ഞാൻ ഈ പറയുന്നത് അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് കുറേ നേരം അങ്ങനെ ഇരിക്കാൻ തോന്നും അതിനകത്ത്. അപ്പം നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് ഭയങ്കര ശാന്തമായിരിക്കും നമ്മുടെ മനസ്സ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും പിന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ചർച്ച് കാണാനും ഒക്കെ ആയിട്ട് ധാരാളം വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു. ബഹ്റൈനിൽ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണിത്. അങ്ങനെ മനസ്സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ ചർച്ചിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. അവിടുത്തെ ചാപ്പലിൽ പോയി പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ അതുപോലെ അൽഫോൻസാമയുടെയും എദു പ്രസ്ത്യാമയുടെയും ഫ്രാൻസിസ് അസീസിയുടെയും മദർ തെരേസയുടെയും സെന്റ് തെരേസയുടെയും പിന്നെ ഹോളി ക്രോസ്, അങ്ങനെ വിശുദ്ധരുടെ കുറേ തിരുശേഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ അവിടെ നമ്മുടെ ഈശോയുടെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ നോക്കി നിന്നു. അതേപോലെ ഹോളി വാട്ടർ അതൊക്കെ കണ്ട് പിന്നെ കുറച്ചേരം കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിൽ പുറത്തേക്ക് ഇറങ്ങിയത്. പെട്ടെന്നൊന്ന് പോയി പള്ളി കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോയത്. പക്ഷേങ്കിൽ കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കത് അവിടെ പോയാൽ മനസ്സിലാവും ഞാൻ എന്താണ് ഇങ്ങനെ പറയണത് എന്നുള്ളത്. അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും വീണ്ടും വീണ്ടും ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യും. നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ ഒടുക്കത്തെ കാറ്റ് തണുത്തിട്ട് വയ്യ, കൈയൊക്കെ മരവിച്ച് ഭയങ്കര കാറ്റ്, തണുത്ത കാറ്റാണ് ഇവിടെ. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചിറങ്ങി. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റാണ്. പ്രത്യേകിച്ച് ഭയങ്കര തണുത്ത കാറ്റ്. കൈയൊക്കെ ആകെ മരവിച്ച് കോച്ചി പിടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ഉച്ചയ്ക്ക് വന്നിട്ട് തന്നെ ഭയങ്കര കാറ്റ്. അപ്പോൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഉടുക്കത്തെ തണുപ്പായിരിക്കും. അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കാർ പാർക്കിങ്ങിന് അവിടെ വന്നപ്പോഴാണ് ഏട്ടനൊരു കാര്യം പറയണത്. ഈ കാർ പാർക്കിങ്ങിൻ്റെ മേളിൽ സോളാർ ചെയ്തിട്ടുണ്ട്. അത് ഏട്ടൻ്റെ കമ്പനിയിൽ ചെയ്ത വർക്കാണ്. ഏട്ടൻ സോളാർ ഡിവിഷനിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ അവർ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞു. സന്തോഷമായി. കുറേ നാളായിട്ട് ഇവിടെ വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം നടന്നു അല്ലേ? അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലമായ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ദ കാത്തഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ബഹ്റൈനിലുള്ളവരാണെങ്കിലും ഒന്ന് പോയിട്ട് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. അപ്പോൾ എല്ലാവരും പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.